ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അവരെ പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിൽ തകർന്ന് കരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. എത്ര ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടെന്ന് അവർക്കറിയില്ല. നാഗപ്പൂരിലെ ഒരു കൊച്ചു തെരുവിൽ ആരംഭിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം ലോകത്തിലെ 50-ൽ പരം രാജ്യങ്ങളിൽ ഇന്ന് പ്രവർത്തനമെത്തിച്ചിരിക്കുന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അഭയാർത്ഥി പ്രവാഹം നടക്കുമ്പോൾ രോഗികളും ഭക്ഷണം ലഭിക്കാത്തവരും ഒക്കെ നിരാശ്രയരായി പരക്കം പായുമ്പോൾ അവിടെ സേവനമെത്തിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സേവാ വിഭാഗം എത്തിയാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് അതൊരു കെട്ടുകെട്ടിയായിട്ട് തോന്നിയേക്കാം. സേവാ ഇന്റർനാഷണൽ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സേവാഭാരതി, നമ്മുടെ നാട്ടിലെ സേവാഭാരതി എന്ന് പറയുമ്പോൾ ആഗോളതലത്തിലും സേവാ ഇന്റർനാഷണൽ. ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ നിന്നും അഭയാർത്ഥികളെ രക്ഷിച്ചെടുക്കാനുള്ള പ്രവർത്തനം ഭാരതം നടത്തുമ്പോൾ ആ അതിർത്തി പ്രദേശങ്ങളിലെ ആഹാരവും കമ്പിളിയും മരുന്നുമായിട്ട് സേവാ സന്നദ്ധരായി എത്തിയ സേവാ ഇന്റർനാഷണൽ പ്രവർത്തകരാണ്. ലോകം മുഴുവൻ ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനമുണ്ട്. 50-ൽ പരം രാജ്യങ്ങളിൽ നമ്മുടെ പ്രവർത്തനമുണ്ട്. എവിടെ നിന്നാണ് ആരംഭിച്ചത്? നാഗപ്പൂരിലെ ഒരു ചെറിയ ഗലിയിൽ നിന്ന് ആരംഭിച്ചു. ലോകം മുഴുവൻ ചുവന്നു തൊടുത്ത കമ്മ്യൂണിസത്തിന്റെ കൈക്കുമ്പിളിലേക്ക് വീഴാൻ പോവുകയാണ് എന്ന് ധരിച്ചിരുന്ന കാലത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രയാണം ആരംഭിക്കുന്നത്. താരതമ്യപ്പെടുത്തുകയാണ്. ആ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ടായിരുന്ന, സായുധ ശക്തികളുടെ പിന്തുണയുണ്ടായിരുന്ന, സാമ്പത്തിക ശക്തികളുടെ പിന്തുണയുണ്ടായിരുന്ന ആ പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തി? ഇതൊന്നുമില്ലാതെ, ആദർശമല്ലാതെ മറ്റൊന്നും കൈമുതലായിട്ടില്ലാത്ത രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ന് എവിടെ എത്തി? ഇന്നലെ എല്ലാവരും ഡൽഹി തെരഞ്ഞെടുപ്പ് ആഘോഷിക്കുകയെ. തെരഞ്ഞെടുപ്പുകളല്ല നമ്മുടെ പ്രവർത്തനത്തിന്റെ മാനദണ്ഡം എങ്കിലും രാജനൈതിക രംഗത്ത് നാം വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ വിജയം ആഘോഷിക്കുകയാണ് ലോകം മുഴുവൻ. ഭാരതത്തെ സമ്പൂർണമായും തകർക്കുവാൻ വേണ്ടി പാശ്ചാത്യ ശക്തികളുടെ പണം പറ്റിക്കൊണ്ട് ഭാരതീയ സാമൂഹ്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടി പ്രച്ഛന്ന വേഷധാരിയായി വന്ന ഒരു രാഷ്ട്രീയക്കാരനെ പടിയടച്ച പിണ്ഡം വെച്ച ദിവസമുണ്ടെന്നല്ലേ ദില്ലിയിലെ ഇന്ദ്രപ്രസ്ഥത്തില്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഭാരതത്തിന്റെ ദേശീയ രാഷ്ട്രീയ ബോധത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി ആഗോള ശക്തികളുടെ മൂലധനം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സമാപന ദിവസമായിരുന്നു ഇന്നലെ. ശതാബ്ദി വർഷത്തിൽ നാളിതൊക്കെ കാണുകയാണ്. എല്ലാ മേഖലയിലും ഹൈന്ദവമായ ഭാരതീയമായ ഉയർത്തെഴുന്നേൽപ്പ് കാണുകയാണ്. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. 25-ൽ വളരെ ബോധപൂർവ്വം നടത്തിയ പരിശ്രമത്തിന്റെ വ്യക്തി നിർമ്മാണം എന്ന പ്രവർത്തനത്തിന്റെ ഫലശ്രുതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പലപ്പോഴും ഇന്ന് നമ്മളിലേക്ക് ആഹ്ലാദത്തോടുകൂടി ഓടിയെത്തുന്ന ഈ ന്യൂജൻ സംഘികൾക്ക്, ആ വാക്യം ഉപയോഗിക്കുകയാണ്, ന്യൂജൻ സംഘികൾക്ക്, ഒരുപക്ഷെ സോഷ്യൽ മീഡിയ സംഘികൾക്ക് നമ്മളുടെ ഈ പ്രയാണത്തിന്റെ കഷ്ടതരം ചരിത്രം മനസ്സിലാവില്ല. പലപ്പോഴും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ആവേശത്തോടുകൂടിയ ഗോക്വാമിലുകളും ഒക്കെ നമ്മൾ സാധാരണ സ്വയം സേവകർ പോലും അതിൽ പലപ്പോഴും വീണു പോകാറുണ്ട്. ഇത്തരം ഗോക്വാമിലുകൾ ഒന്നുമല്ല സംഘപ്രവർത്തനത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. നമ്മൾ ആരോപണങ്ങളിൽ ഒരിക്കലും അടിപതറിയവരല്ല. ഇന്ന് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സേവകത്തെ സംഘത്തെ ഇസ്ലാമിക ജിഹാദി കമ്മ്യൂണിസ്റ്റ് അച്യുതണ്ട് നിരന്തരമായി ആക്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത് പകർച്ചവ്യാധി പോലെ ഹൃദയം കരുതിയിരിക്കേണ്ട, തള്ളിക്കളയേണ്ട ഒന്നാണ്? സനാതന ധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണരിൽ നിന്നും സന്താനങ്ങൾ ഉണ്ടാവണമെന്ന് പറയുന്ന പിന്തിരിപ്പൻ മൂരാച്ചികളുടെ സിദ്ധാന്തമാണ് എന്നൊക്കെ രാഷ്ട്രീയക്കാരൻ പറയുന്നത് എന്തുകൊണ്ട്? അടിസ്ഥാനരഹിതമായി സനാതന ധർമ്മത്തെ കടന്നാക്രമിക്കുന്നത്. ഈ സനാതന ധർമ്മം ഭാരതത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഭാരതത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നവർക്കറിയാം. ആ സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി കടിബദ്ധരായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ മണ്ണിലുള്ളിടത്തോളം കാലം ഭാരതത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് ആഗോള ശക്തികൾ, കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക ശക്തികൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയും സനാതന ധർമ്മത്തെയും ഒരേ സമയം ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. മഹർഷി അരവിന്ദൻ പറഞ്ഞു, സനാതന ധർമ്മത്തോടൊപ്പമാണ് ഭാരതം ഉണ്ടായത്. സനാതന ധർമ്മമില്ലാതായാൽ ഭാരതമില്ലാതെയാവും.
അതുകൊണ്ടാണ് ഇവർ സനാതനധർമ്മത്തെ ആക്രമിക്കുന്നത്. സനാതനധർമ്മത്തിൽ ജാതീയതയാണ്, വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ജാതിയാണ്. ആദ്യം തന്നെ സനാതനധർമ്മം എന്നാൽ ഇതാണ് എന്നവർ പ്രഖ്യാപിക്കുകയാണ്. സനാതനധർമ്മം എന്നാൽ ജാതിവാദമാണ്. സനാതനധർമ്മത്തിലെ നവോത്ഥാന നായകന്മാരെല്ലാം അവര് ഒരു കാലത്ത് പിന്തിരിപ്പന്മാരാണെന്ന് പറഞ്ഞു. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് നമുക്കറിയാം. കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വൈകുണ്ഠസ്വാമികൾ, സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, ഇങ്ങനെയുള്ളവരെ എല്ലാം തള്ളിപ്പറഞ്ഞ പുരോഗമന നാട്യക്കാരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഇവരുടെയൊക്കെ പൈതൃകം ഏറ്റെടുക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലത്ത് എന്നിട്ട് പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു ആചാര്യനല്ല. സനാതന ധർമ്മം എന്നാൽ അത് ബ്രാഹ്മണിക്കൽ ധർമ്മമാണ്, അത് ബ്രാഹ്മണരുടെ ധർമ്മമാണ്. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതി വിഭാഗം സനാതന ധർമ്മത്തിന് എത്ര ശതമാനമുണ്ട്? ഇന്ന് നമ്മുടെ സാമൂഹ്യ ക്രമത്തിൽ ബ്രാഹ്മണന്റെ കയ്യിൽ എത്ര സാമ്പത്തിക ശേഷിയുണ്ട്, എത്ര ഭൂമിയുണ്ട്, എത്ര ബ്രാഹ്മണർ അധികാര സ്ഥാനത്തുണ്ട്? അപ്പം ഇല്ലാത്ത ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പണ്ടെങ്ങോ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ ജാതി ഉയർത്തി കാണിച്ചുകൊണ്ട് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ ഇന്നും അടക്കി ഭരിക്കുന്നത് ബ്രാഹ്മണരാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. അത്താഴ പ്രശ്നക്കാരായ ബ്രാഹ്മണരുടെ മേലെ കുതിര കയറിക്കൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളായിരുന്ന ഹിന്ദു സമൂഹത്തിന്റെ നട്ടലായിരുന്ന സമൂഹങ്ങളിൽ അരക്ഷിതബോധം ഉണ്ടാക്കിക്കൊണ്ട് ജാതീയമായ അസ്പൃശ്യത വീണ്ടും വളർത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ജാതിക്ക് അതീതമായി, ഭേദവിചാരങ്ങൾക്ക് അതീതമായി സനാതന ധർമ്മ വിശ്വാസികൾ ഒന്നായി ചേരുന്നതിനെ ഭയപ്പെടുന്നത് ആരാണ്?